ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അരിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ വേവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞങ്ങൾ പുഴുങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചക്ക നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്കപ്പുഴുക്ക് വെന്തിട്ടുണ്ടോ എന്ന് മൂടി തുറന്ന് നോക്കാം. അങ്ങനെ മൂടി തുറന്ന് നോക്കുമ്പോൾ ചക്കപ്പുഴുക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. നല്ല പോലെ ചക്കപ്പുഴുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുക്കിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു മുളക് ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി ഒരു 5-8 എടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ശകലം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേയില വെള്ളം, ഇതിൻ്റെ കൂടെ കുടിക്കാൻ തേയില വെള്ളം ഉണ്ടാക്കാം. അങ്ങനെ തേയില വെള്ളം അടുപ്പിൽ കിടന്ന് നല്ല പോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനെ തേയില വെള്ളമായി. ഇനി നമുക്ക് ഒരു കുടിക്കാനൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ ഗ്ലാസ്സിലോട്ട് തേയില വെള്ളം ഒഴിച്ചു കൊടുത്ത് ചക്കപ്പുഴുക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് കഴിക്കാനുള്ളത് എടുക്കാം. ചക്കപ്പുഴുക്ക് സെർവ് ചെയ്തിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്ക് കാന്താരി ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുഴുക്കൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ പുഴുക്കൊക്കെ കഴിച്ച് കൊള്ളാമായിരുന്നു കേട്ടോ. ഒരു രക്ഷയല്ല, അപാര ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.